ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മസാല ചായ ഉണ്ടാക്കാം. അതിനായിട്ട് ചായ പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി തൊലിയെല്ലാം ചിരണ്ടി കളഞ്ഞിട്ട് നമ്മൾ ഈ ഇടിച്ചെടുക്കുന്ന അതിനകത്ത് ഇട്ട് ഇടിക്കുകയാണ്. ഇടിച്ചെടുത്ത് കഴിഞ്ഞ് ഇഞ്ചി അത് നല്ലപോലെ ഇടിച്ച് നല്ലപോലെ ഇടിക്കണം. ഇടിച്ചിട്ട് നമ്മളത് അതിൽ നിന്ന് എടുത്ത് നമ്മൾ ചായക്കകത്തിടും. ചായക്കകത്തിട്ടിട്ട് ഗ്യാസ് ഓൺ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ചായക്കകത്ത് ഇട്ട് കഴിഞ്ഞ് അടുത്ത രണ്ട് സാധനം കൂടെ നമുക്ക് ഇടണം. അതിൽ മറ്റൊന്നാണ് ഇനി ഇടുന്നത് കുരുമുളകാണ്. ഇത് കുരുമുളക് ഞാൻ കാണിച്ചു തരാം എന്തോരം ഇടുന്നെന്ന്. ഞാൻ അത് എടുത്ത് കാണിച്ചു തരാമേ. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കണ്ടിട്ട് ഇത്രയും വളരെ കുറച്ച് ഒരു അര സ്പൂണാണ്, ചെറിയ സ്പൂണിന് അത്ര ഇട്ട് നമ്മളത് ഇടിച്ച് ചായക്കകത്തോട്ട് ഇട്ടു. ഇട്ട് കഴിഞ്ഞ് മറ്റൊരു സാധനം കൂടെ നമുക്ക് ഇടണം. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതാണ് ഇതാണ് പെരിഞ്ജീരകമാണ്. അതും ഒരു അര സ്പൂണ്, ചെറിയ സ്പൂണിനാണ് കേട്ടോ. അത് ഇടിക്കൊന്നും വേണ്ട, അതങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. കുരുമുളകും ഇഞ്ചിയാണ് നമ്മൾ ഇടിച്ചിട്ടത്. അത് ഇടിച്ചിടുമ്പോഴാണ് അതിന് ടേസ്റ്റ്. പിന്നെ ഇതുണ്ടല്ലോ, ഒരച്ചൊരച്ചിടാം. ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് ഒരച്ചൊരച്ചിട്ട് കഴിഞ്ഞാൽ ഇഞ്ചി നമ്മളെ ചായക്കടി കയ്പായിട്ട് തോന്നുവേ. അതുകൊണ്ടാണ് ഇടിച്ചിടുന്നത്. അപ്പൊ ചായ നമ്മളുടെ നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. ചായ അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴാണ് ചായക്ക് ടേസ്റ്റ്. അപ്പത്തേനും ഞാൻ മറ്റൊരു സാധനം കാണിച്ചു തരാം. പാല് നമുക്ക് എടുക്കാം. പാല് ഞാൻ ഫ്രിഡ്ജിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പാലിന്റെ ഇത് മലായി വെച്ച് പാലിന്റെ പാടയില്ലേ, അത് വെച്ച് ഫ്രീസറിൽ വെച്ച് ക്രീം ആക്കിയിരിക്കുന്നതാണ്. ക്രീം കട്ടക്കിരിക്കുന്ന. അപ്പൊ ഇതേ പാല് ഞാൻ രാത്രിയിൽ അനത്തി വെച്ചിരുന്ന വലിയ പാത്രത്തില്. അപ്പൊ അതിന്റെ മണ്ടയിൽ മൊത്തം ഒത്തിരി ഇത് പാടയുണ്ട്, നല്ല കട്ടിയില്. അങ്ങനെ കിട്ടുന്നതാണ് ഞാൻ എടുത്തു വെക്കുന്നത്. ഇതിങ്ങനെ തുളയുള്ള ഈ സ്പൂണില്ലേ, അതുകൊണ്ട് ഞാൻ അതിന്റെ പാട എടുക്കുകയാണ്. പാട നമ്മൾ എടുക്കുമ്പം കാണത്തില്ലല്ലോ, ഞാൻ ഇവിടെ മാറ്റി വെക്കാം. അതിന്റെ പാട ഞാൻ എങ്ങനെ എടുക്കുന്നെന്ന് കാണിച്ചു തരാം. നല്ല കട്ടിയിലാണ് നമുക്ക് എടുക്കാൻ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഈ സ്പൂണും കൊണ്ട് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ പാല് ഊർന്ന് താഴോട്ട് പൊയ്ക്കോളും. അപ്പം നമ്മളുടെ പാട ഞാൻ എടുത്ത് ഇതിനകത്തോട്ട് വെക്കുക. നല്ല ക്രീമിയാണ് ഇത്. നമുക്ക് ഇത് ശകലം പാല് ഇങ്ങനെ നോർമൽ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന പാലിന്റെ മേളിൽ പാട ഉണ്ടെങ്കിൽ നമുക്ക് ചായ അനത്തി കഴിഞ്ഞ് ചായയുടെ മേളിലും കൂടെ ഒരു ശകലം ഇടാം. ചിലർക്ക് ഇങ്ങനെ ക്രീമായിട്ട് ചായ കുടിക്കുന്നത് ഇഷ്ടമാണല്ലോ. അത് ഞങ്ങൾക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളും അങ്ങനെ കുടിക്കുക. അപ്പം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇത് ക്രീം എടുത്ത് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനും പിന്നെ ഷാഹി പനീർ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഈ ക്രീം നല്ലപോലെ യൂസ് ചെയ്യാം. നമുക്ക് പല ഫുഡ് ഉണ്ടാക്കുന്നതിനും യൂസ് ചെയ്യാം. ക്രീം വെളിയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ അതിനെല്ലാം ഈ ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളുടെ പാട എടുത്ത് ഞാൻ വെച്ചു. അത് ഞാൻ ഫ്രീസറിലോട്ട് വെക്കുവേ. പിന്നെ നമ്മളുടെ പാലിനെ നമുക്ക് ചൂടാക്കാൻ വെക്കണം. ചൂടാക്കാനായിട്ട് ഞാൻ ഈ പാത്രത്തിൽ ചൂടാക്കുന്നില്ല, ചെറിയൊരു പാത്രത്തിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ചൂടാക്കും. പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്ത് വെച്ചു. അതിനകത്ത് പാലുണ്ടായിരുന്നേ, നമ്മൾ യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ്. അപ്പം മറ്റേത് തിളപ്പിച്ച് വെച്ച പാത്രമാണ്. അപ്പം ഇതിനകത്തോട്ട് കുറച്ച് പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. അപ്പം സ്ലോയിലാണ് വെച്ചിരിക്കുന്ന പാത്രം. കുറച്ച് പാലോട് ഞാൻ ഒഴിക്കുകയാണ്. കുറച്ച് ഈ പാല് ഒഴിച്ചിട്ട് ബാക്കി പാല് ഞാൻ ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ച് നമുക്കിതങ്ങ് വെക്കാം. അപ്പം ഞാനൊരു ചെറിയ പാത്രത്തിലോട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രത്തിലോട്ട് ബാക്കി പാൽ ഒഴിച്ചിട്ട് ഈ പാലിൻ്റെ പാടയെല്ലാം ഉണ്ടല്ലോ ചരുവത്തിനകത്ത് പിടിച്ചിരിക്കുമല്ലോ സൈഡിലൊക്കെ, അതൊന്ന് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അതൊഴിച്ചു. അപ്പം ഞാൻ ബാക്കി പാല് വന്നത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. വന്നാലും ഫ്രിഡ്ജ് വെച്ചാലും നല്ല ചൂടാണ് ഇവിടെ കേട്ടോ. ഡൽഹിയിൽ നല്ല ചൂടാണ്. അപ്പം നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ദിവസം ഒന്ന് ചൂടാക്കി വെക്കണം. പിന്നെ ഇത് ചായപ്പൊടി കണ്ടോ. ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഒത്തിരി പൊടിയായിട്ടുള്ളതല്ല. ഇത് നമ്മളുടെ ടുഡേ പ്രീമിയം ചായപ്പൊടിയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഞാനിത് 3 സ്പൂണാണ് ഇടുന്നത്. വളരെ ചെറിയ സ്പൂണാണ് കേട്ടോ. നമ്മൾ നോർമലായിട്ടുള്ള സ്പൂണിനെക്കാട്ടിലും ചെറിയ സ്പൂണാണ്. അതുപോലെ എൻ്റെ ചായപാത്രവും വളരെ ചെറിയൊരു പാത്രമാണ്. അത് ഇതിനകത്ത് ഇങ്ങനെ കാണുന്ന ഇതിലൊക്കെ ചെറുതാണ് അത് പാത്രമേ. അപ്പോൾ അതിനകത്ത് ഞാൻ 3 സ്പൂണ് ചായപ്പൊടി ഇടും. എന്നിട്ട് കടുപ്പം കുറവാണെന്ന് തോന്നിയ ഒരു ശകലം കൂടി ഇടുവേ. അപ്പം ഞാൻ ഒരു 3 സ്പൂണും ഒരു ശകലം കൂടിയാണ് ഇടുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നല്ല കടുപ്പത്തിലുള്ള ചായയാണ് നമുക്കിഷ്ടമേ. പിന്നെ ഇതുണ്ടാക്കി നല്ലപോലെ തിളച്ച് വരണേ. ചായപ്പൊടി ഇട്ട് കുറച്ച് കഴിഞ്ഞാണ് ഞാൻ
പഞ്ചസാര പഞ്ചസാര നമ്മൾ പഞ്ചസാരയുടെ സ്ഥാനത്ത് പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ അത് ഉപയോഗിക്കുന്നത് കുറേ വർഷമായിട്ട് നമ്മൾ കാണ്ടെന്ന് പറയും. കാണ്ടെന്ന് പറഞ്ഞാൽ ശർക്കരയുടെ വെള്ളപ്പൊടി. ഇത് കണ്ടോ, ശർക്കരയുടെ വെള്ളപ്പൊടിയാണിത്. അപ്പം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് മധുരം വലുതായിട്ടില്ല. കുറച്ച് മധുരം. നമ്മളൊക്കെ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമുക്കൊക്കെ മധുരം അധികം കഴിക്കരുതെന്നല്ലേ പറയുന്നത്. അപ്പം നമ്മൾ കുറേ വർഷമായിട്ട് നമ്മളെല്ലാം ഇതെല്ലാം ക്രമീകരിച്ച് വരികയാണ്. അപ്പം പാല് നമ്മളുടെ ചൂടായി. ഞാൻ അതിൻ്റെ ഗ്യാസ് നിർത്തി. അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്നല്ലേ പറയുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാരയൊക്കെ വളരെ ആയിട്ട് നോർമലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണെങ്കിലും നമ്മൾ ഒത്തിരി യൂസ് ചെയ്യത്തില്ല. ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ആദ്യമൊക്കെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടമായി. ഇപ്പം പഞ്ചസാര എനിക്ക് വേണ്ട, എനിക്കിത് മതി, അങ്ങനെ ആയി. അപ്പം ഞാൻ നമ്മളുടെ ചായ തിളച്ച് വന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ കാണ്ടും കൂടെ ശർക്കരയുടെ വെള്ളപ്പൊടി, ശർക്കരയുടെ മറ്റേ കറുത്ത പൊടി ഇടുകയാണെങ്കിൽ ചായക്ക് വേറൊരു ടേസ്റ്റാണ്. അത് യൂസ് ചെയ്യാൻ കൊള്ളില്ല. അപ്പം ഇതാണെങ്കിൽ നല്ലതാണ്. ഇത് പഞ്ചസാര പോലെ തോന്നും നമുക്ക്. അപ്പം ഞാനിത് ആവശ്യാനുസരണം ഇടുകയാണ്. ആവശ്യാനുസരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ പാത്രത്തിൽ ചായ എന്തോരം അനത്തുന്നോ അത്രയും മോർണിംഗിൽ ഞാൻ ഇതിനെ നിറച്ച് ചായ അനത്തിയാൽ ഞങ്ങൾക്കൊരു 2 വട്ടം അര അര കപ്പ് വെച്ച് കുടിക്കാൻ കിട്ടും. ഇതൊരു 5 സ്പൂൺ ഞാൻ ഇടുകയാണ്. 5 സ്പൂണാണ് ഇതിൻ്റെ അളവ് എനിക്ക്. അപ്പം ആ 5 സ്പൂൺ ഞാൻ ഇട്ടു. എന്നിട്ട് അര കപ്പ് വെച്ച് 2 വട്ടം നമ്മൾ രാവിലത്തെ ആദ്യം ഒന്ന് കുടിച്ചു. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ശകലം കൂടെ സിപ്പ് ചെയ്തു. അങ്ങനെ 2 വട്ടം. പിന്നെ കുട്ടികൾക്ക് ശകലിച്ച് കൊടുക്കും. മസാല ചായ ആയതുകൊണ്ട് കുട്ടികൾക്കും കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളുടെ തീരും ചായ. അപ്പം അങ്ങനെ ചായ നല്ലപോലെ തിളയ്ക്കാൻ വെച്ചു. പിന്നെ നമ്മളുടെ പാല് നമുക്കങ്ങ് അടച്ച് വെക്കാം. പാല് അടച്ച് വെച്ചിട്ട് പിന്നെ ചായ ഇത് കണ്ടോ, തിളയ്ക്കുന്ന കണ്ടോ, നല്ലതായിട്ട് തിളയ്ക്കണം കേട്ടോ. പഞ്ചസാരയും കൂടെ ഇട്ട് കഴിയുമ്പം, പഞ്ചസാര മീൻസ് കാണ്ടും കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ലപോലെ തിളയ്ക്കണം. ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താലും മതി. ഞാനിങ്ങനെ എടുക്കാൻ നേരം ഒന്ന് ഇളക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പം നല്ലപോലെ തിളച്ചു. അപ്പം നമ്മളുടെ ടേസ്റ്റി ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ നിങ്ങളിൽ ആരൊക്കെ ഇങ്ങനത്തെ ചായ ഉണ്ടാക്കാറുണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മളിവിടെ ചൂടാണെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചായ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഈ കൊറോണ വന്നില്ലേ, കൊറോണ വന്നു കഴിഞ്ഞപ്പം തൊട്ട് നമ്മൾക്ക് വൈറസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ്. എനിക്കും കൊറോണ പിടിച്ചായിരുന്നു കേട്ടോ. എനിക്ക് സീരിയസ് ആയായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇങ്ങനത്തെ ചായയും ഇതൊക്കെ നോർമലായിട്ട് വീട്ടിൽ തന്നെ എന്നെ നോക്കി രക്ഷപ്പെടുത്തിയത്. അന്നേരം തൊട്ട് എനിക്ക് ഈ കാര്യത്തിൽ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞാൻ ഇതേ രീതി ഞാൻ അനുസരിക്കും. കാരണം ഇതിൽ ഇങ്ങനെ ഒരു ചായ കുടിച്ചിട്ടൊക്കെ എന്നെ ഗുളികയൊന്നും തരാതെയൊക്കെ വളരെ കുറച്ച് ഗുളികയൊക്കെ തന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസം. അതുകൊണ്ട് ഞാനിപ്പോൾ ചൂടാണെങ്കിലും ഒരു വട്ടം ചായ ഇങ്ങനെ മസാല തന്നെ ഇട്ടാണ് നമ്മൾ ഈ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചായ കപ്പിലോട്ട് ഒഴിച്ചു. അപ്പം നമ്മൾ ഈ ചായക്കകത്തോട്ട് പാലൊഴിച്ച് തിളപ്പിക്കത്തില്ലേ, നമ്മളിങ്ങനെ വേറെ വേറെ അനത്തിയിട്ട് അപ്പം ഇത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ നമുക്ക് പാലൊഴിച്ച ചായ ഉണ്ടല്ലോ, അന്നേരപ്പം തന്നെ കുടിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അത് പോയിസൺ ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വെച്ച് കുടിക്കത്തില്ലേ. അപ്പം പിന്നെ പിന്നെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ ഇങ്ങനെ ഒരു വട്ടം അനത്തിയാൽ മതി. എന്നിട്ട് ചൂടാക്കിയാൽ മതി. അപ്പം അതിൻ്റെ അന്ന് അരിച്ച് മാറ്റി വെക്കണേ. മാറ്റി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറത്തില്ല. അപ്പം ചായ ഇങ്ങനെ എടുത്ത് വെച്ച് ഞാൻ പാലൊഴിക്കുകയാണ് ഇതിനകത്തോട്ട്. ആവശ്യാനുസരണം എനിക്ക് കൂടുതൽ പാൽ ഞാൻ ഒഴിക്കും. ഹസ്ബൻഡിന് കുറച്ച് പാല് മതി, കടുപ്പം കൂടുതൽ വേണം. അപ്പം ഞാൻ പുള്ളിക്കാരന് അതുപോലെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഒരു ശകലം കൂടെ കടുപ്പം നോർമലാക്കാൻ. ഇതെൻ്റെ ചായ റെഡിയായി. അപ്പം ഞാൻ അര കപ്പ് ചായ ഒഴിച്ചാൽ പിന്നെ അതിനനുസരിച്ച് പാലൊഴിച്ച് നോർമലാക്കും. അപ്പം നമ്മളുടെ 1 കപ്പ് ചായ അങ്ങനെ ആവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിങ്ങനെ ഞാൻ ഒഴിച്ചു. ഇനി നമ്മളുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചായക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇട്ടെന്നും എങ്ങനെ ഉണ്ടാക്കിയെന്നും ഒക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. ഇനി ഇതിന് മേലോട്ട് ശകലം പാൽപ്പാടയില്ലേ, അത് ഞാനിപ്പം ഇന്നെടുത്ത് വെച്ചത് ഇതിൽ നിന്ന് ഒരു ശകലം ചായയുടെ മേലിലോട്ട് വെച്ചു. അതിനർത്ഥം നമ്മൾ ഇവിടെ പറയും മലായി ചായ എന്ന് പറയും കേട്ടോ, മലായി ചായ. അപ്പം പാൽപ്പാട വെച്ച് ചായ കുടിക്കാം നമുക്ക്. അപ്പം അങ്ങനെ ഞാനിത് ചായ എടുത്ത് വെച്ചു.
നല്ല ടേസ്റ്റ് ഇങ്ങനെ കുടിക്കാൻ കേട്ടോ. നിങ്ങളിൽ ആരൊക്കെ ഇങ്ങനെ കുടിക്കുന്നവരുണ്ടെന്നും ഇങ്ങനെ കുടിക്കാൻ ആഗ്രഹിക്കുന്നെന്നും ഒക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചായ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ മറ്റൊരു പുതിയ വീഡിയോയുമായി നാളെ എത്തുന്നത് വരെ ഓക്കേ, ബൈ ബൈ.